രണ്ട് ആനക്കുട്ടികളുടെയും ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. സത്യമംഗലം വനമേഖലയിൽ നിന്നാണ് ഈ മുന്നിൽ വരുന്ന ആനക്കുട്ടിയെ കിട്ടുന്നത്. രോഗാതുരയായി അമ്മ ചെരിഞ്ഞു കിടക്കുമ്പോൾ തൊട്ടടുത്ത് ദയനീയമായിട്ട് നിൽക്കുന്ന ആനക്കുഞ്ഞിനെ പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിലൂടെ ഓർക്കുന്നുണ്ടാകും. രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടുന്നത് കോയമ്പത്തൂരെ പെരിയ നായ്ക്കമ്പാളയത്തു നിന്നാണ്. അതും അമ്മയെ നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ രണ്ടുപേരെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മുതുമല ക്യാമ്പിൽ നല്ല ചുണക്കുട്ടന്മാരായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 കുഞ്ഞൻ പാപ്പാന്മാരാണ് ഇവരോടൊപ്പം ഉള്ളത്. ഒരെണ്ണത്തിന് 4 മാസവും ഒരെണ്ണത്തിന് 5 മാസമായി. എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. இப்போ இந்த யானை குட்டிகளை பராமரிப்பதில் வந்து தெப்பக்காடு யானைகள் காப்பகம் வந்து ஏற்கனவே நிறையா எக்ஸ்பீரியன்ஸ் இருந்தால் கூட ஒரு டைமே இது வந்து நமக்கு வந்து சேலஞ்ச் தான். ஸோ ஒரு அம்மா வந்து ஒரு குட்டியை எப்படி பாதுகாக்குமோ அந்த அளவுக்கு வந்து நாங்கள் வச்சுருக்கிற பண்ணுறவங்க வந்து அருமையாக இந்த குட்டிகளை வந்து கவனிச்சிட்ருக்காங்க. இந்த 2 குட்டிகளையும் வந்து நல்லபடியாக வந்து பெரிய குட்டிகளாக்கி இந்த முகாமுக்கு வந்து மேலும் பெருமை சேர்ப்பாங்கன்னு நினைக்கிறோம். ஏற்கனவே இந்த குட்டிகள் வந்து தாயை பிரிஞ்சு வந்திருக்கிறதுனால தேல் பி ஹேவிங் சம் ட்ராமா. அது வந்து ஒரு ஃபிசிக்கல் ஸ்ட்ரெஸ் வந்து அந்த யானைக்கு இருக்கும். அதை வந்து நம்ம முதல்ல குறைக்கணும். ஏன்னா சுற்றி இங்கே வந்து நம்ம முகாம் யானைகள் இருப்பதுனாலையும் இப்போ 2 குட்டிகளை வந்து ஒன்றா பராமரிக்கிறது வந்து நமக்கு வந்து ஒரு அட்வான்டேஜ் மாதிரி இருக்குது. இந்த குட்டிகளுக்கு வந்து எவ்வளோ பால் வந்து நம்ம வந்து ஃபார்முலா மில்க்கு தான் வந்து கொடுக்குறோம். அந்த பால் பவுடர் எப்படி கலக்கணும், என்ன மாதிரி டிஸ்டன்ஸில் லைக் 1 ஹவருக்கு ஒன்ஸ் கொடுக்கணுமா, 2 ஹவர்ஸ்க்கு ஒன்ஸ் கொடுக்கணுமா, அந்த டிஸ்டன்ஸை வந்து நம்ம வந்து முடிவு பண்ணி எவ்வளோ தூரம் இது நடக்கணும், எவ்வளோ ரெஸ்ட் எடுக்கணும், எவ்வளோ தூங்கணும், இது வந்து ரொம்ப மைன்யூட் டீட்டெயில்ஸ் எல்லாம் வந்து நம்ம பார்க்கணும். அப்படி பார்க்கலன்னா இட் பிகம்ஸ் டிஃபிகல்ட். ஏன்னா இப்போ உங்களுக்கு தெரியும் முதுமலை புலிகள் காப்பகத்தில் கூட சம்மர் வந்து ரொம்ப ஹையாக இருக்குது. ஸோ இந்த ஹீட்டு வந்து நம்ம சமாளிக்கணும். ஸோ அதுக்காக நாங்கள் டெண்டர் கோகனட் வந்து கொடுக்குறோம். அது போக குளுக்கோஸ் கொடுக்குறோம். இப்படி ஒன்று டெய்லி டயட் நம்ம வந்து டிசைட் பண்ணுறோம். மற்ற கேம்ப் எலிஃபென்ட்ஸ்க்கு 3 months ஒன்ஸ் நம்ம டயட் ரிவைஸ் பண்ணுறோம். பட் இந்த குட்டிகளை பொறுத்த வரைக்கும் நம்ம டெய்லி டயட் வந்து நம்ம வந்து ரீஸ்கெடியூல் பண்ணி we are taking care of the calves. അമ്മ പോയെങ്കിലും താരാട്ടുപാടി ഉറക്കാൻ വരെ ഇവിടെ ആളുകളുണ്ട്. കുഞ്ഞൻ പാപ്പാന്മാർ കെട്ടിപ്പിടിക്കാതെ ഇവർ ഉറങ്ങാറുമില്ല. ഈ ആന ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഈ പൊന്നോമനകൾക്കൊപ്പമാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെ ഈ കൂട്ടിൽ നിന്ന് വെളിയിലിറക്കൂ. അപ്പോഴേക്കും അമ്മയെ നഷ്ടപ്പെട്ട ദുഃഖമൊക്കെ മാറി ഇവർ ഓക്കെ ആകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുതുമലയിൽ നിന്ന് ക്യാമറാമാൻ ബിനു തോമസിനും ലിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. ബിജു പങ്കജിനെ നമുക്കിപ്പം ബിജു, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ മാതൃദിനത്തിൽ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അമ്മ ഇല്ലെങ്കിലും അവർ രണ്ടുപേരും, നമ്മുടെ താരങ്ങൾ രണ്ടുപേരും അവിടെ ഹാപ്പിയാണ് അല്ലേ, അടിപൊളിയാണല്ലേ? ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് ഈ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയാണ് മുകേഷിനെ. എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി പോകട്ടമായിരുന്നു. ഇന്ന് ഈ സ്റ്റോറി പോകുമ്പോൾ മുകേഷിന് ഞാൻ ഈ സ്റ്റോറി സമർപ്പിക്കുകയാണ്. ഓക്കെ, 1910 ഈ ക്യാമ്പ് തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാർ തടി മുറിക്കാനായിട്ട് വന്നപ്പോൾ ഈ മുതുമല അവർക്ക് ഈ ആനകളുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് 1910 ബ്രിട്ടീഷുകാർ ഈ മുതുമല ഈ ക്യാമ്പ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ക്യാമ്പ് ഇങ്ങനെ തുടർന്നു കൊണ്ടുവന്നു. ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുന്ന ഒരു എലിഫന്റ് ക്യാമ്പാണ് ഈ മുതുമലയിലുള്ളത്. 27 ആനകളുണ്ട്. നമ്മൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ അതായത് അരമണിക്കൂർ വീതം രാവിലെ വൈകിട്ടും ഈ ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ശരിക്കും സേതുവൊക്കെ ഒന്ന് പോയി കാണേണ്ടതാണ്. കാരണം ഒരാനയെ നിർത്തിക്കഴിഞ്ഞാൽ രാവിലെ
കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിനെ നിരയെ നിർത്തി പേരൊക്കെ എഴുതി അങ്ങനെ വെച്ചിട്ട് അവരുടെ ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുന്നത്, അവരെ വ്യായാമം ചെയ്യുന്ന പോലെ കുളിപ്പിക്കുന്നത്, അങ്ങനെ മനോഹരമായ ഒരു കാഴ്ചകളാണ്. അങ്ങനെയാണ് ഈ ഒരിക്കലും വനമേഖലയിൽ നിന്ന് കിട്ടുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, അമ്മ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോകുന്നു, അങ്ങനെ കിട്ടുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ വന്നതാണ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞ ഓസ്കാർ അവാർഡ് കിട്ടിയ 2 ആനക്കുഞ്ഞുങ്ങൾ, ബൊമ്മിയും രഘുവും. ഈ ബൊമ്മിയും രഘുവിനെയും ഒരുമിച്ചാണ് ഈ കാട്ടിൽ കിട്ടുന്നത്. അതിനുശേഷം ഏറെക്കാലത്തിന് ശേഷമാണ് ഇപ്പോൾ 2 ആനക്കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്നത്. ഒന്ന് 2നും അമ്മ ചരിഞ്ഞു പോയതാണ്. ഇതിനെ കൊണ്ടുവരുന്ന ഭയങ്കര രസകരമായൊരു കാഴ്ചയാണ്. ഒരു പ്രത്യേക എൻക്ലോഷർ ഉണ്ടാക്കിയിട്ട് കൂട്ടിലിട്ടിട്ട് പാല് കൊടുക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാം കൂട്ടിന് ആടി ഓടിപ്പോവും. അപ്പോൾ ഇത് പാപ്പാമാർ പുറകെ പോയിക്കൊണ്ട് 4 പാപ്പാമാരാണ് അതിൻ്റെ ഒപ്പം ഉള്ളത്. അതിനുശേഷം രാത്രിയാകുമ്പോൾ പകലൊക്കെ ഉറങ്ങുമ്പോൾ കിടന്ന് കരയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കൂടെ കിടന്നിട്ട് കെട്ടിപ്പിടിച്ചേ കിടക്കുള്ളൂ. അതായത് ഒരു അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ പോറ്റുന്നു അതുപോലെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാനൊന്നും ഇത്തരം കാഴ്ചകളൊന്നും കണ്ടില്ല. ഒരുപക്ഷെ സേതും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഈ ആനയെ എൻക്ലോഷറിൽ നിന്ന് പുറത്തു വിടുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നു, അതിനെ വളർത്തിക്കൊണ്ട് വരുന്നു, അങ്ങനെയൊക്കെയാണ് ഈ ആനക്കുട്ടികളെ 2 പേരും കൊണ്ടുവന്നത്. പക്ഷേ മാതൃത്വം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളും അതുപോലെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മാതാവില്ല. പക്ഷേ അതിൻ്റെ ദുഃഖം അറിയിക്കാതെ ആണ് ഈ 2 ആനക്കുഞ്ഞുങ്ങളെയും പാപ്പാമാരെ വളർത്തുന്നത്. പലപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ കൂടെ കിടക്കുന്നത്. അപ്പോൾ വനംവകുപ്പ് ദിവസം നമ്മളോട് പറഞ്ഞാണ്, നിങ്ങളുടെ ചെറിയ കുഞ്ഞിനെ എങ്ങനെയാണ് അമ്മ വീട്ടിൽ വളർത്തുന്നത് അതേപോലെ തന്നെ ഞങ്ങളും കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും 1 വർഷം ഇങ്ങനെ അമ്മയില്ലാത്ത ദുഃഖമൊക്കെ അറിയിക്കാതെ പാലുമൊക്കെ കൊടുത്ത് ഫാരക്സും ഒക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങി അങ്ങനെ അതിനെ വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രൊഫഷണലായി കെയർ ചെയ്യുന്ന ഒരു ക്യാമ്പ് ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ അവസരം കിട്ടിയാൽ അതിനെ സന്ദർശിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്ന് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ